പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 12 ബുധൻ. പ്രധാന വാർത്തകൾ. മുതിർന്നവർക്ക് പ്രത്യേക പരിഗണനയൊരുക്കി ഇഹ്സാൻ അസോസിയേഷൻ ഒരുക്കിയ ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി. പ്രായം ചെന്ന 200-ൽ പരം ആളുകൾ പങ്കെടുത്ത സംഗമം സന്തോഷത്തിന്റെ നിമിഷം കൂടിയായി. തുടർച്ചയായി 8-ാം വർഷമാണ് മുതിർന്ന പൗരന്മാരെ ചേർത്ത് നിർത്തി ഇഹ്സാൻ അസോസിയേഷന്റെ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. ആമിറാത്തിലെ ഖബർസ്ഥാനിൽ 3 പതിറ്റാണ്ട് കാലത്തെ സേവനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന മൂസക്കയെ മത്ര KMCC ആദരിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ആമിറാത്ത് ഖബർസ്ഥാനിൽ ജോലി ചെയ്യുന്ന ഏക മലയാളിയായിരുന്നു മൂസക്ക. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ വിലമതിക്കാത്തതായിരുന്നുവെന്ന് സംഘാടകർ പറഞ്ഞു. തന്റെ പ്രവാസ ജീവിതത്തിൽ ഏകദേശം 5000-ത്തിലധികം ഖബർ താൻ കുഴിച്ചിട്ടുണ്ടെന്ന് മൂസക്ക പറഞ്ഞു. മത്ര KMCC സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സാദിഖ് അടൂർ മൂസക്കയ്ക്ക് ഉപഹാരം കൈമാറി. തലസ്ഥാന നഗരിയെ വിവിധ ഗവർണറേറ്റുകളുമായി ബന്ധിപ്പിക്കുന്ന മസ്കത്ത് എക്സ്പ്രസ് വേ വികസനത്തിന് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം പാതയുടെ വീതി കൂട്ടൽ പദ്ധതിയുടെ നിർമ്മാണ മേൽനോട്ടത്തിനായി കൺസൾട്ടൻസി സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഒമാന്റെ 10-ാം പഞ്ചവത്സര വികസന പദ്ധതിയിൽ ചേർത്ത അധിക പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് എക്സ്പ്രസ് വേ വികസനം സാധ്യമാക്കുന്നത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ രാജകീയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മസ്കത്ത് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ വർഷം മസ്കത്ത് എക്സ്പ്രസ് വേയുടെ വികസനം പ്രഖ്യാപിച്ചിരുന്നു. ഇരുവശത്തും 3 പാതകൾ വീതം ചേർക്കുന്നതിനുള്ള ടെൻഡറാണ് ക്ഷണിച്ചിരിക്കുന്നത്. പദ്ധതി ഇപ്പോൾ ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം ഏറ്റെടുത്തിരിക്കുകയാണ്. വിദേശ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള വായ്പാ ധനസഹായ പദ്ധതിയായ നോർക്ക ശുഭയാത്രയ്ക്ക് തുടക്കമായി. പദ്ധതിയിൽ ഭാഗമായുള്ള ആദ്യ കരാർ ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി നോർക്ക റൂട്ട്സ് CEO അജിത് കോളശ്ശേരി സെക്രട്ടറി ഇൻചാർജ് AV അമലിന് കൈമാറി. GCC രാജ്യങ്ങളിൽ ഉൾപ്പെടെ വിദേശത്ത് മികച്ച നൈപുണ്യമുള്ള നിരവധി തൊഴിൽ മേഖലകളിൽ നിരവധി ഒഴിവുകളുണ്ട്. ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായുള്ള നൈപുണ്യ വികസന പരിശീലനത്തിനും പദ്ധതി സഹായകരമാകുമെന്ന് നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ ചടങ്ങിൽ പറഞ്ഞു. വിദേശത്ത് തൊഴിൽ നേടുന്നതിന് ആവശ്യമായ നൈപുണ്യ പരിശീലനം, വിദേശയാത്രയ്ക്കുള്ള പ്രാരംഭ ചെലവുകൾ എന്നിവയ്ക്കായി പലിശ സബ്സിഡിയോടെ ധനകാര്യ സ്ഥാപനങ്ങൾ മുഖേന വായ്പ ലഭ്യമാക്കുന്നതാണ് നോർക്ക ശുഭയാത്ര പദ്ധതി. പ്രവാസി നൈപുണ്യ വികസന സഹായ പദ്ധതി, വിദേശ തൊഴിലിനായുള്ള യാത്രാ സഹായ പദ്ധതി എന്നീ ഉപപദ്ധതികൾ ചേർന്നതാണ് ഇത്. 36 മാസ തിരിച്ചടവിൽ 2 ലക്ഷം രൂപ വരെയാണ് അർഹരായ അപേക്ഷകർക്ക് വായ്പയായി ലഭിക്കുക. അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസി മുഖേന ലഭിക്കുന്ന ജോബ് ഓഫറിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പ ലഭിക്കുക. കൃത്യമായി വായ്പ തിരിച്ചടവിന് 4% പലിശ സബ്സിഡി 30 മാസത്തേക്ക് നൽകും. ആദ്യത്തെ 6 മാസത്തെ മുഴുവൻ പലിശയും നോർക്ക റൂട്ട്സ് വഹിക്കും. വിസ സ്റ്റാമ്പിംഗ്, HRD, എംബസി അറ്റസ്റ്റേഷൻ, ഇമിഗ്രേഷൻ ക്ലിയറൻസ്, എയർ ടിക്കറ്റുകൾ, വാക്സിനേഷൻ മുതലായവയ്ക്കുള്ള ചെലവുകൾക്കായി വായ്പ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ മാസം നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഒമാനും സുഡാനും സൗഹൃദ മത്സരത്തിന് നാളെ രാത്രി 10 മണിക്ക് മസ്കത്ത് സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിലാണ് ഇരു രാഷ്ട്രങ്ങളും ഏറ്റുമുട്ടുക. ഇതിനിടെ ഒമാന്റെ ആഭ്യന്തര പരിശീലന ക്യാമ്പ് മസ്കത്തിൽ പുരോഗമിക്കുകയാണ്. പരിചയസമ്പന്നർക്കൊപ്പം പുതുമുഖങ്ങൾ കൂടി അണിനിരക്കുന്ന ക്യാമ്പിൽ 24 അംഗങ്ങളാണ് ഉള്ളത്. ക്യാമ്പിലും സുഡാനിലുമായുള്ള സൗഹൃദ മത്സരത്തിനും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവർക്ക് തുടർന്ന് നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ സംഘത്തിൽ ഇടം നേടാനാകും. കേരളത്തിൽ സ്കൂൾ അവധിക്കാലത്തിലേക്ക് നീങ്ങുകയാണ്. മാർച്ച് അവസാന വാരത്തോടെ ഭൂരിഭാഗം ക്ലാസുകളിലും പരീക്ഷകൾ അവസാനിക്കും. ഈ ഘട്ടത്തിൽ പ്രവാസി കുടുംബങ്ങൾ കൂട്ടത്തോടെ ഗൾഫ് രാജ്യങ്ങളിലെത്തും. മാർച്ച് അവസാന
ങ്ങളിലെത്തുന്ന ചെറിയ പെരുന്നാൾ ആഘോഷം ഒമാനിലാക്കാൻ ഇത്തവണ കൂടുതൽ കുടുംബങ്ങൾ ഒമാനിലുള്ള പ്രവാസികൾക്ക് അരികിലെത്തും. കേരള സ്കൂളുകളിൽ ചെറിയ ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള പരീക്ഷ ഫെബ്രുവരി 21-നാണ് ആരംഭിച്ചത്. മാർച്ച് 27-ഓടെ പരീക്ഷകൾ അവസാനിക്കുകയും ചെയ്യും. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടന്നുവരികയാണ്. SSLC പരീക്ഷ മാർച്ച് 28-ന് അവസാനിക്കും. വേനൽ അവധിക്ക് ശേഷം ജൂൺ 2-നാണ് ഇത്തവണ കേരളത്തിലെ സ്കൂളുകൾ തുറക്കുന്നത്. ജൂൺ 1 ഞായറാഴ്ച ആയതിനാലാണ് സ്കൂൾ വീണ്ടും തുറക്കുന്നത് 2-ലേക്ക് മാറ്റിയത്. എന്നാൽ സ്കൂളുകൾ നിശ്ചയിക്കുന്നത് പ്രകാരം വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് നേരത്തെ ക്ലാസുകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിനാൽ തന്നെ ഗൾഫ് നാടുകളിലെത്തുന്ന പ്രവാസികളുടെ കുടുംബങ്ങൾ മെയ് പകുതിയോടെ തന്നെ തിരികെ മടങ്ങാനും സാധ്യതയുണ്ട്. എന്നാൽ ചിലർ ജൂണിൽ ബലിപെരുന്നാൾ കൂടി ആഘോഷിച്ചാകും മടങ്ങുക. 1 മാസം മുതൽ 3 മാസം വരെയുള്ള സന്ദർശക ടൂറിസ്റ്റ് വിസകളിൽ എത്തുന്നവരാകും കൂടുതൽ. റംസാനിലെ 15-ാം രാവിൽ അരങ്ങേറുന്ന ഖറൻ കാ ഷൂഖ് ആഘോഷത്തെ വരവേൽക്കാൻ വിപണി ഒരുങ്ങി. ഇത്തവണയും കൂടുതൽ വിപുലമായ ഖറൻ കാ ഷൂഖ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്വദേശി കൂട്ടം. കൂടുതൽ കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും. റംസാന് മുമ്പ് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ കടകളിൽ എത്തിയിരുന്നുവെങ്കിലും വലിയ തോതിൽ കച്ചവടം നടന്നിരുന്നില്ല. ആഘോഷ ദിവസം അടുത്തതോടെ ഏറെ പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ഹോൾസെയിൽ സ്ഥാപനങ്ങളിലും ഇതുവരെ വലിയ കച്ചവടം ഉണ്ടായിട്ടില്ല. സൂക്കുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും പ്രത്യേക വസ്ത്രങ്ങളും സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന കവറുകളും ലഭ്യമാണ്. സീപ്പ് റംസാൻ ആരംഭിച്ചതു മുതൽ സീപ്പ് സൂക്കിന് അകത്തുള്ള റൗണ്ട് കഫ്റ്റീരിയയിൽ തരികാച്ചിയത് രുചിക്കാൻ തിരക്കാണ്. പാലും റവയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിയും സേമിയയും ചേർത്ത് തന്നെയാണ് തരികാച്ചിയത് ഉണ്ടാക്കുന്നത്. അതിന്റെ തനത് രുചിയാണ് ആളുകളുടെ തിരക്കിന് കാരണം. കച്ചവടത്തിലെ ലാഭമല്ല, റംസാൻ മാസത്തിന്റെ പുണ്യമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് സലാം പറയുന്നത്. ദൂരദിക്കുകളിൽ നിന്ന് പോലും തരികാച്ചിയത് രുചിക്കാൻ ആളുകൾ എത്തുന്നു എന്നതാണ് ഈ കഫ്റ്റീരിയയുടെ മേന്മ. മസ്കത്തിലെ പുരാതന കച്ചവട കേന്ദ്രങ്ങളിൽ ഒന്നാണ് സീപ്പ് സൂക്ക്. ചില ഭാഗങ്ങളിൽ പുതുക്കി പണിതെങ്കിലും കഫ്റ്റീരിയ നിൽക്കുന്ന കെട്ടിടം ഇപ്പോഴും പഴയ രൂപത്തിൽ തന്നെയാണ്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ മയക്കുമരുന്ന് കടത്തിയ 2 പ്രവാസികൾ അറസ്റ്റിൽ. വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് ആണ് 2 പേരെ മോർഫിൻ മയക്കുമരുന്നുമായി പിടികൂടിയത്. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും മയക്കുമരുന്ന് കടത്തി വിതരണം തുടങ്ങിയ കേസുകളിൽ നിരവധി പ്രവാസികൾ അറസ്റ്റിലായിരുന്നു. ഇവർക്കെതിരെ ശക്തമായ നടപടികളും സ്വീകരിച്ചിരുന്നു. ോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.